ഹായ് ഗൈസ്, അപ്പോൾ ഇന്ന് ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫാണ്. ഇന്ന് ഞാനും ഉമ്മയും കൂടി ഒന്ന് പുറത്ത് പോവാണ്. ഇവിടുത്തെ ഓഫ് റോഡിങ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് വടുതലിലോട്ടാണ്. ഇന്ന് അവിടെ നമുക്ക് ചെറിയൊരു ഫംഗ്ഷൻ ഉണ്ട്. ഇന്ന് എൻ്റെ ഉമ്മേൻ്റെ ഇക്കാക്കാൻ്റെ വീടിന്റെ മേലത്തെ തല വാർക്കലാണ്. വീട്ടിൽ നിന്ന് ഞാൻ ഫുഡ് കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. പക്ഷെ അവിടെ ഇഡലി ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ 2 ഇഡലി കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ പരിപാടി കഴിഞ്ഞ് ഞങ്ങൾക്ക് എറണാകുളത്ത് പോകേണ്ട കാര്യമുണ്ടായിരുന്നു. കോളേജിൽ ഓണം ഫംഗ്ഷന് ഡ്രസ്സിന് ഒരു ലേസ് എടുക്കാനുണ്ടായിരുന്നു. അതിനുവേണ്ടി പരാഗിൽ പോകാനായിരുന്നു പ്ലാൻ. പക്ഷെ ആ ഷോൾ എടുക്കാൻ മറന്നു. മനസ്സിൽ ആ കളർ ഓർമ്മയുണ്ടെന്ന് പറഞ്ഞ് ഞാൻ ഉമ്മീനെയും കൊണ്ട് അങ്ങോട്ട് തന്നെ കടയിലെത്തി ലേസ് നോക്കിയപ്പോൾ എനിക്ക് വേണ്ട ലേസ് മാത്രമല്ല, ബാക്കി കുറേ ലേസ് ഇത്തിരിയെങ്കിലും മാച്ച് ഉണ്ടെന്ന് തോന്നിയ ഒരു ലേസ് ഞങ്ങൾ എടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങി നേരെ ഒരു ചെരുപ്പ് കടയിൽ കയറി ഒരു ചെരുപ്പും കൂടി എടുത്തിട്ടുണ്ടായിരുന്നേ. പിന്നെ ഓണത്തിനുണ്ടാകുന്ന ഒരു മാലയും കൂടി വേണമായിരുന്നു. അപ്പൊ അപ്പുറത്ത് തന്നെ ഒരു കട കണ്ടപ്പോൾ അവിടെയും കൂടി അവിടെ നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നേ. കുറെ ഇഷ്ടപ്പെട്ടെങ്കിലും ഞാൻ ഒരെണ്ണം സെലക്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് ഉമ്മീന്റെ കാല് പിടിച്ച് ഞാനാണ് വണ്ടി ഓടിച്ചത്. എറണാകുളത്ത് പോണോണ്ട് നമുക്ക് ബിരിയാണി കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അത് നമ്മൾ പാർസലാക്കി വീട്ടിൽ കൊണ്ടുവന്നാണ് കഴിച്ചത്. ഈ ഫുഡ് കഴിച്ചിട്ടാണ് നമുക്ക് അടുത്ത പരിപാടിക്ക് പോവാൻ. ഭാഗ്യത്തിന് ഈ പരിപാടി വീടിന്റെ അപ്പുറത്ത് തന്നെയായിരുന്നു. റെസിഡന്റ് അസോസിയേഷന് ചെറിയൊരു പരിപാടിയായിരുന്നു. പരിപാടി 3 മണിക്കാണ് തുടങ്ങിയെങ്കിൽ ഞങ്ങളൊരു 5 മണിയായപ്പോഴാണ് എത്തിയത്. അവിടെ എത്തി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് ചായ കിട്ടിയിട്ടുണ്ടായിരുന്നു. കുറെ കൊല്ലത്തിന് ശേഷമാണ് റെസിഡന്റ് അസോസിയേഷൻ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് 2024 പ്ലസ് ടു ജയിച്ചതിന് ഇപ്പോഴൊരു ട്രോഫി ഉണ്ടായിരുന്നു. പിന്നെ ചെറിയ കലാപരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് പിള്ളേരുടെ ഡാൻസും പാട്ടൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ നോക്കിയപ്പോൾ എന്താ സഫ പാടാണ് കയറിയെന്ന്. അപ്പത്രേ ഉള്ളൂ ഗൈസ്, ബൈ.